ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേൾഡിൽ തന്നെ ഇൻഡോറുള്ള ഏറ്റവും ടോളസ്റ്റ് വാട്ടർഫോളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 35 മീറ്ററാണ് ഇതിൻ്റെ നീളം. സോ ഓൾമോസ്റ്റ് ഒരു 115 ഫീറ്റ് ഓളം വരാം. സോ അതാണ് ഇതിൻ്റെ ഹൈറ്റ്. അതേപോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് സത്യത്തിൽ ഇത് സെക്കൻഡാണ്. ഇതിൻ്റെ ഫസ്റ്റ് ടോളസ്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ തന്നെയാണ്, ചാങ്കി എയർപോർട്ടിനകത്തുള്ള വാട്ടർഫോൾ. അത് നമുക്ക് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. ഫുൾ അങ്ങ് കാട് പിടിപ്പിച്ചേക്കും കേട്ടോ. ഇവിടെയൊക്കെ എന്ത് തണുപ്പാന്നറിയാമോ? പൊന്നു മോനെ, പുറത്ത് കൊടും ചൂടാ കേട്ടാ. ഫുൾ ഫോറസ്റ്റ്, തിക്ക് ഫോറസ്റ്റാണ്. നിങ്ങൾ നോക്കിയേ കണ്ടാ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരു മണ്ണും ഒക്കെ. ഇതിൻ്റെ അമ്മ ഹെവി കണ്ടോ, ഫുൾ. കണ്ടോ, ഇത് വെള്ളം സ്പ്രേ ചെയ്യണതാ. ഫുൾ മിസ്റ്റ്, ഹെവി മിസ്റ്റ്. ഓർക്കിഡ് ഹെവൻ. സോറി, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രക്ഷയില്ലല്ലേ, ഒരു മിസ്റ്റും എന്തൊരു ഫീലാണല്ലേ. എന്ത് രസകരമായിട്ടുള്ള ഒരു ക്ലൗഡ് ഫോറസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇത് ഹെവിയാണ്. ഇതിൻ്റെ അകത്ത് ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് പോകാം. ഈ വാട്ടർഫോൾ നിങ്ങൾ മുകളിൽ നിന്ന് വീഴുന്നത് കണ്ടല്ലോ. സോ ആ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലിഫ്റ്റ്. സോ പ്രോപ്പർ പ്ലാൻ ചെയ്ത് അവിടെ ക്യൂ നിന്ന്, എല്ലാവരും സമാധാനത്തോടെ ക്യൂ നിന്ന്, അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകും. സോ മുകളിൽ നിന്ന് നമുക്ക് വീണ്ടും താഴേക്ക് ഇറങ്ങാം. അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള പരിപാടി. അങ്ങനെ നമ്മളിപ്പോൾ ടോപ്പിലെത്തി. കണ്ടില്ലേ വിഷ്വൽസ്? ഇവിടുന്ന് എൻ്റെ ഒരു റീലുണ്ടായിരുന്നു, ഒരു ഗംഭീര വ്യൂ. നിങ്ങൾ നോക്കിക്കോ, കണ്ടോ? ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള നമ്മളുടെ ആ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടത്. സോ നമ്മൾ ആ താഴെ നിന്നാണ് ആ വിഷ്വൽ കണ്ടത്. കണ്ടില്ലേ, ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ?
എൻ്റെ S25 വേറെ ലെവലാണ്. നല്ല ഡീറ്റെയിലിംഗ് ആണ്, ഓരോന്നിൻ്റെയും ലൈറ്റ്സും ഒക്കെ ഹെവി പരിപാടിയാണ് കേട്ടോ. നല്ല രസകരമായിട്ടുള്ള ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള സംഭവം. കാരണം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുഴുവനും ഒരു മണ്ണ് കൊണ്ട് പ്രോപ്പർ ഒരു ക്ലൗഡ് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതിനകത്ത് എങ്ങനെയുണ്ടാവും വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ നീർച്ചാല്, സോ അങ്ങനെ എല്ലാം പ്രോപ്പറായിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലം. സിംഗപ്പൂർ ഇത്രയും വർത്തായിട്ടുള്ളൊരു വ്യൂ അല്ലെങ്കിൽ ഒരു രസകരമായിട്ട് കാണാനുള്ളൊരു സ്ഥലം ഞാൻ വേറെ ഏതും കണ്ടിട്ടില്ല. സിംഗപ്പൂർ മൊത്തത്തിൽ കൊള്ളാമെങ്കിൽ കൂടി ഏറ്റവും സൂപ്പർ ഗാർഡൻസ് ബൈ ദ വേ ആണ്. ഗാർഡൻസ് ബൈ ദ വേ ഒരു കാരണവശാലും ആരും മിസ് ചെയ്യരുത് പ്ലീസ്. അത്ര അടിപൊളിയാണ്, റൊമാൻറ്റിക്കാണ്. നമ്മളിതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു മൂഡും ഇതിൻ്റെ ഒരു തണുപ്പും ഇതിൻ്റെ ഒരു വല്ലാത്ത ശബ്ദവും ഇവിടുത്തെ വെള്ളം വീഴുന്നതും അങ്ങനെയുള്ള കുറേ ശബ്ദങ്ങൾ അതൊക്കെ വേറെ ലെവലാണ്. നിങ്ങളാ കാണുന്ന 7 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അവിടെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഒരു ദിവസം നടക്കണേ. എത്ര 75,000 80,000 രൂപയാണ് ഒരു ദിവസത്തെ റൂം റെൻറ്റ്. ശരി ഞാനത് പോകെ പറയാം. സോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു സ്ലോപ്പിലാണ്, സ്റ്റെപ്പായിട്ടല്ല, ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിങ്ങനെ കാട് കണ്ട് ഈ മലകൾ ഇങ്ങനെ ഇറങ്ങി അത്ര ബ്യൂട്ടിഫുള്ളാണ്. പുറത്ത് കൊടും ചൂടാണ്, പക്ഷെ അകത്ത് നല്ല പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ, ഭയങ്കര കാലാവസ്ഥ, അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്, വേറെ ഒന്നും പറയാനില്ല. ഇവരെന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കണെന്ന് പറയാമോ? ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഒരു രക്ഷയില്ല എന്ന് പറയേണ്ടതായിട്ട് വരും, കാരണം അത്ര അടിപൊളിയാണ്. അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഈ ക്രിയേഷന് തന്നെ വളരെ നാച്ചുറൽ ഫീൽ കൊടുത്ത് നാച്ചുറൽ ലുക്കിലും മണ്ണും എല്ലാം വെച്ചിട്ട് ഒരു പ്രോപ്പർ ഫോറസ്റ്റ്. അടിപൊളി. ഓരോ കാര്യത്തിനും അവരുടെ ഓരോന്നിലും ഇപ്പോൾ ഒരു ചെറിയ പൂ ആയിരിക്കും, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുപോലെ ആ ഒരു എന്തായാലും പറയാ ഒരു 3D ഗ്ലാസ്സോ സംതിങ് അതുപോലത്തെ അതിനൊരു പേര് പറയുമല്ലോ, കിട്ടുന്നില്ല. അപ്പോൾ ആ ഗ്ലാസ് വെച്ചിട്ട് നമുക്കത് നോക്കാൻ വേണ്ടി അത് സെറ്റ് ചെയ്തിരിക്കണു. ജസ്റ്റ് അമേസിങ്, സമ്മതിക്കണം. വേറെ ലെവൽ. അങ്ങനെ നമ്മളുടെ സിംഗപ്പൂരിൻ്റെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരെയാണ്. ഗാർഡൻസ് ബൈ ദ ബേയിലെ അവസാന നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും സിംഗപ്പൂർ നല്ല ഗംഭീര വിഷ്വൽസും ഗംഭീര സ്ഥലങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. സോ അതുവരെ വെയിറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സ്.